നീ വാഴ്വത് എൻ്റെ നെഞ്ചിലല്ലോ. അല്ലാഹു പ്രാണനാഥ, നിന്നോടുള്ള പ്രണയത്തിന് രണ്ടു മാർഗം. പ്രവാസ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇത്രയധികം ആദരവ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു അധ്യാപകൻ, ഒരു ഭാഷാ സ്നേഹി, ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഒരുപക്ഷെ ആരും ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ ഒരു ധാരണ. 87 തൊട്ട് ഞാനിവിടെ പഠിപ്പിക്കുന്നു. അവരൊക്കെ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു കാര്യം എങ്ങനെ നിങ്ങളുടെ ഭാഷയെ സ്നേഹിക്കണം എന്നാണ്. ഒരു ദിവസം രാവിലെ ഞാൻ സാഹിത്യത്തിന് പോകുമ്പോൾ അച്ഛൻ ചോദിച്ച ചോദ്യം, ഇതാ കവിത കൊണ്ട് ആൾക്കാർക്ക് എത്ര കാശ് കിട്ടിയിട്ടുണ്ടെന്നാണ്. ഏത് തെരുവിലൂടെ മാഷ് സഞ്ചരിച്ചാലും ചിലപ്പോൾ മാഷ എന്നുള്ളൊരു വിളി കേൾക്കുക നിർബന്ധമായിട്ടും കേൾക്കും. അച്ഛൻ അമ്മ അവരെക്കാളേറെ കുട്ടികൾ സ്നേഹിക്കുന്ന ഒരു വർഗമാണ് യു എയിലെ ഏത് സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോഴും മാഷ എന്നൊരു പിൻവിളി വരാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനുണ്ട്, മുരളി മാഷ്. 40 വർഷത്തോളം നീണ്ട യു എയിലെ അധ്യാപന ജീവിതം മതിയാക്കി അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. യു എക്കാരുടെ ഏറെ പ്രിയപ്പെട്ട മുരളി മംഗലത്തെന്ന മുരളി മാഷ് ഇപ്പോൾ ഗൾഫ് സുപ്രഭാതത്തോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. ഓക്കെ, സലാഹുദ്ദീൻ, നമസ്കാരം. പ്രവാസ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇത്രയധികം ആദരവ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു അധ്യാപകൻ, ഒരു ഭാഷാ സ്നേഹി, ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഒരുപക്ഷെ ആരും ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ ഒരു ധാരണ. അത് മാഷും നമ്മുടെ ഒരു കാഷ്വൽ ടോക്കിൽ മാഷ് സമ്മതിക്കേണ്ടായി. തീർച്ചയായിട്ടും മറ്റൊരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു മലയാളിക്ക് പോലുമോ കിട്ടാത്ത ഒരു സ്നേഹവായ്പ് മാഷ്ക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് മാഷ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ 39 വർഷം മാഷ് നിസ്വാർത്ഥം തന്നെ 101% പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് മാഷ്. അതൊരു ഭംഗിവാക്കോ ഒരു സ്തുതിയൊന്നുമല്ല. അത് കാരണം ഈ പ്രവാസ ലോകത്ത് പ്രത്യേകിച്ചും ദുബായിൽ, യു എയിലൊക്കെ ഉള്ള ഒരുപക്ഷെ യു എ കടന്നിട്ടും, കാരണം മാഷ് പലപ്പോഴും നമ്മുടെ റേഡിയോകളിൽ ടോക്കിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ AM ഒക്കെ ആയതുകൊണ്ട് ചിലപ്പം പലപ്പോഴും GCC രാജ്യങ്ങളിലും എയർ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ആ നിലക്ക് ഒരുപാട് ആളുകൾ, പിന്നെ ഒരുപാട് ആളുകളെ മാഷ് പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ പല രാജ്യങ്ങളിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, മാഷെ പറ്റി ചിന്തിച്ചപ്പോൾ മാഷ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഷ, മാഷയുടെ ജീവശ്വാസത്തിൽ ഭാഷയുണ്ട് എന്നുള്ളതാണ്. ആ ജീവശ്വാസത്തെ ഭാഷയോടൊപ്പം അങ്ങനെ ഒന്നിച്ചു കൊണ്ട് നടക്കുമ്പോൾ അതൊരു വല്ലാത്ത കാര്യമാണ്. കാരണം എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പം എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട തോട്ട് ആദ്യം തന്നെ തോന്നിയത്, മാഷ് ഏകദേശം ഒരു 39 കൊല്ലം ഇവിടെ കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ ഒരു 4,000 കുട്ടികളെങ്കിലും മാഷയുടെ ഭാഷ കേട്ടിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ മാഷയുടെ അധ്യാപനത്തിൽ ശിഷ്യപ്പെട്ടിട്ടുണ്ടാവും എന്നാണ്. എന്താണ് മാഷയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട്? അല്ല, അത് ജലീല് പറയുന്നത് ശരിയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 5,000 ഒന്നും പോരാ, ചിലപ്പോൾ അത് 10,000 കാണും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 87 തൊട്ട് ഞാനിവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 87 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് 38 വർഷം കഴിഞ്ഞു. കാരണം ദുബായ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ മാത്രം 28 വർഷം ഞാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അൽഅമീർ സ്കൂളിൽ 10 വർഷം പഠിപ്പിച്ചു. അതിനിടയ്ക്ക് ഒരു 2-3 മാസം മാത്രമേ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ശരി, അപ്പോഴൊക്കെ ഇന്നലെ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായ സമയത്ത് ഒരാൾ പറഞ്ഞു, ഞാനത് അറിഞ്ഞിട്ടില്ല ശരിക്കും, അതാ രസം, ഞാൻ ഇന്നലെയാണ് അത് അറിയുന്നത്. അപ്പം നമ്മുടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സെഷൻ വെച്ചിരുന്നു. അപ്പോൾ ഈ സെഷനിൽ വെച്ച് അവിടെ ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അവൻ ഒരിക്കലും മലയാളം പറയില്ല, അവൻ ആരോടും മര്യാദയ്ക്ക് സംസാരിക്കില്ല. അങ്ങനെ ആ ഒരു കുട്ടികളെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് ഞാൻ എപ്പോഴും ചെല്ലണ സമയത്ത് എപ്പോഴും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റൈം കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. യൂണിവേഴ്സിറ്റി വരികൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇതും അതേപോലത്തെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ആ കുട്ടിയുടെ അമ്മ ആ സംഘാടകരെ വിളിച്ചു പറഞ്ഞു, അവൻ മലയാളം സംസാരിച്ചു തുടങ്ങി. ഇത് ഇന്നലെ സത്യത്തിൽ അത് കേട്ടപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മൾ കുറ്റം പറയും. എന്തെന്ന്? അവർക്ക് മലയാളം ഇഷ്ടമല്ല, മലയാളം പഠിക്കണില്ല, അവർക്ക് ഇംഗ്ലീഷ് മതി. പിന്നെ നമ്മൾ പാരൻസിനെ കുറ്റം പറയും. എന്നുവെച്ചാൽ പാരൻസ് ഭയങ്കര അവസ്ഥക്കാരാണ്, അവർക്ക് മലയാളം പറയാൻ, മലയാളം ആക്കി അതിനെ
ഇംഗ്ലീഷ് പറഞ്ഞ് ശീലിക്കാനാണ് ഇഷ്ടം. ഇത് രണ്ടും ശരിയല്ല. കുറച്ചതിൽ കാര്യങ്ങൾ ഉണ്ടാവാം. ഇതിൽ അടിസ്ഥാന പ്രശ്നം ടീച്ചേഴ്സാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ്. കാരണം ഈ ഇപ്പോൾ പ്രത്യേകിച്ച് അടുത്ത കാലത്തൊക്കെ, ആദ്യകാലത്തൊക്കെ നമ്മളെ പഠിപ്പിച്ചിരുന്ന ആ ടീച്ചേഴ്സ് എനിക്കിപ്പോഴും സുഭദ്ര ടീച്ചറെ എനിക്ക് മറക്കാൻ പറ്റും. എൻ്റെ മലയാളം ടീച്ചർ ഞാൻ മറക്കില്ല. എൻ്റെ റോസറി ടീച്ചറെ ഞാൻ മറക്കില്ല, 2ാം ക്ലാസ്സിലെ ടീച്ചറെ ഇപ്പോഴും. കാരണം ഞാൻ അവർ മരിക്കുന്നത് വരെ ഞാൻ പോയി കണ്ടിരുന്നു. 2-3 വർഷം മുമ്പ് അവർ മരിച്ചത്. അവരൊക്കെ നമുക്ക് പകർന്നു തന്നിട്ടുള്ളൊരു കാര്യം എങ്ങനെ നിങ്ങളുടെ ഭാഷയെ സ്നേഹിക്കണം എന്നാണ്. പക്ഷെ ഇന്ന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നിങ്ങൾ പരീക്ഷ പാസ്സാവണം എന്ന് പറഞ്ഞാൽ എഴുത്താണ് ഇന്ന് കൂടുതൽ നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വാമൊഴി എന്ന് വെച്ചാൽ ഓഡിയോ അല്ലെങ്കിൽ എന്താ പറയുക, പറച്ചിൽ കംപ്ലീറ്റ് പോവുകയാണ്. ഭാഷ എന്ന് പറയുന്നത് ഭാഷയുടെ അടിസ്ഥാന ധർമ്മം എന്ന് പറഞ്ഞ ഭാഷണമാണ്, സംസാരമാണ്. ശരിക്കും ഈ സംസാരത്തിൽ നിന്ന് അവരകറ്റും തോറും അവരുടെ ഉള്ളിൽ ഭാഷ വരില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത് എന്താണ്, കുട്ടികളെ കൊണ്ട് ഉറക്കെ പാടിക്കുക എന്നുള്ളതാണ്. അത് സാധാരണ കേസിൽ ഈ റൈമിങ്ങുകൾ ഉണ്ടല്ലോ, കുഞ്ഞുണ്ണി മാഷയുടെ വരികൾ അതിൽ ഭയങ്കര രസമാണ് പലപ്പോഴും, രസമായിട്ട്. അപ്പോൾ അവരാണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ അവരെ കൊണ്ട് അത് കയ്യൊടിപ്പിക്കും. അപ്പോൾ ഇതിങ്ങനെ കേട്ട് വരുമ്പോൾ പതുക്കെ 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 എന്നോട് എൻ്റെ ക്ലാസ്സിലുള്ള ഈ ചില സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ മക്കൾ തന്നെ ഉണ്ടല്ലോ, പിന്നെ പാരൻസ് ഉണ്ട്. അപ്പോൾ അവർ വന്ന് എന്നോട് പറയും, ആ സാർ ഏതോ ഒരു പുതിയ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പം ആ മോൾ അല്ലെങ്കിൽ മോൻ അവൻ എപ്പോൾ നോക്കിയാലും അത് തന്നെയാണ്. ഇതൊരു വലിയ കാര്യമല്ലേ? ഈ മാഷ് ഇപ്പോൾ 39 വർഷമായല്ലോ, നാട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്നു, ഗുരുവായൂരിൽ നിന്ന് വരുന്നു. അപ്പോൾ അന്ന് വരുമ്പോൾ ഉണ്ടായിരുന്നൊരു നാട്ടിലേക്ക് ഒരു സാഹചര്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ എത്തിയത് ദുബായിൽ? അത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് മറ്റേ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് ആദ്യം തുടങ്ങിയത് ഡിഗ്രി പിള്ളേർക്കുള്ള ക്ലാസ്സാണ്. നമ്മുടെ നാട്ടിലൊരു പാരലൽ കോളേജ്, കമ്പൈൻഡ് എന്ന് പറഞ്ഞൊരു കോളേജ്, അവിടെയാണ് ആദ്യം തുടങ്ങിയത്. ഞാൻ അധ്യാപകനായത് അത് 80-ലാണ്, 1980-ലാണ് അന്ന് തുടങ്ങി. പിന്നെ ഞാൻ അവിടുന്ന് കുറേ അടുത്ത വേറൊരു സ്ഥലത്തേക്ക്, കാരണം അവർ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാരണം അവരത് പൂട്ടി വേറൊരു സ്ഥലത്തേക്ക് ഞാൻ പോയി. അവിടെയും എനിക്കൊരു 3-4 വർഷം എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. ഇതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഓരോ സാഹിത്യം ഇതൊക്കെയായിട്ട് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ഈ പാരലൽ കോളേജിൽ പോകുമ്പോഴൊരു വലിയ പ്രശ്നം, വലിയ പൈസ ഒന്നും കിട്ടില്ല. അപ്പോൾ വീട്ടുകാർക്ക് എന്തായി തുടങ്ങി, ഇവരിങ്ങനെ പോയി കഴിഞ്ഞ പ്രശ്നമാണ്. അന്ന് 500 റുപ്യക്ക് കിട്ടുക, അത് കയ്യിൽ കിട്ടില്ല കണക്കാണ്. കാരണം ചായയും കാപ്പിയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു ഇറച്ചിയും പൊറോട്ടയും കഴിച്ചാൽ തന്നെ അന്ന് കാശ് കുറേ ചിലവാകും. അപ്പോൾ എൻ്റെ ചേട്ടനും അനിയനൊക്കെ വളരെ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു ഇവനെ കൊണ്ടുപോയില്ലെങ്കിൽ പ്രശ്നമാവും. അവന് ഇവിടെ കിടന്നിട്ട് ഈ സാഹിത്യം കവിത, അച്ഛനൊരിക്കൽ ചോദിച്ച ചോദ്യമാണ്, ഇവിടെ ഈ കവിത കൊണ്ടൊക്കെ ആർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞെന്നെ കളിയാക്കിയിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ ഞാൻ സാഹിത്യത്തിന് പോകുമ്പോൾ അച്ഛൻ ചോദിച്ച ചോദ്യമാണ്, കവിത കൊണ്ട് ആൾക്കാർക്ക് എത്ര കാശ് കിട്ടിയിട്ടുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇവിടുന്ന് പുറത്താണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഉള്ളൊരു പ്രശ്നം, എനിക്കറിയാവുന്നൊരു പണി അധ്യാപനമാണ്. ദൈവം സഹായിച്ച് ഞാനിവിടെ വന്നപ്പോൾ അൽഫുത്തയും മോസ്കിൻ്റെ അടുത്താണ് ഞാനന്ന് വന്ന് ചേട്ടൻ്റെ അടുത്ത് വന്നത്. ഈ റോഡ് ഇങ്ങനെ പോണ സ്ഥലത്ത് ഒരു ബാച്ചിലേഴ്സ് റൂമിൽ 3 ടീച്ചേഴ്സ്, നമ്മുടെ NI മോഡലിലെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരുമായിട്ട് എൻ്റെ അനിയന് കണക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ചെന്ന് പെടുകയാണ്. വേറൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ NI മോഡൽ സ്കൂളിലത്തെ ഒരു മലയാളം ടീച്ചർ പോവാൻ നിൽക്കുകയാണ്. അപ്പം ഇത് രണ്ടും കൂടി ഒത്തു വന്നപ്പോൾ എന്തായി, എനിക്കവിടെ ചെല്ലാൻ പറ്റി. എൻ്റെ ക്ലാസ്, കാരണം എനിക്ക് ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് പേടിയില്ല. ഫസ്റ്റ് ക്ലാസ് തന്നെ അവർക്ക് ഭയങ്കര ഇമ്പ്രസീവായി. അത് നമ്മുടെ ചാവക്കാടുള്ള ഒരു ടീച്ചറായിരുന്നു. വർഷം അത് 87. അപ്പം അന്ന് തന്നെ എന്ത് ചെയ്തു, അവർക്കത് ഭയങ്കര ഇഷ്ടമായി ആ വർഷം. കാരണം അന്ന് വിസയൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്, കണക്ക് കൂട്ടുമ്പോൾ അങ്ങനെ കൂട്ടാൻ പറ്റില്ല, കാരണം വിസയുടെ കാലം വെച്ചിട്ടാണ് നമ്മൾ കൂട്ടുക. പക്ഷേ 87 സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും ഞാനവിടെ പഠിപ്പിച്ച് തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ വന്ന് ഒരു മലയാള അധ്യാപകനാവുന്നത്. ഈ നാട്ടിലൊരു സിസ്റ്റത്തിൽ നിന്ന് പ്രത്യേകിച്ച് അവിടെ പഠിപ്പിച്ച് നേരെ ഇവിടേക്ക് വരികയാണ്. അപ്പോൾ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ദുബായിയുടെ കാലത്താണ് തുടക്കം. അതെ അതെ. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര ഈ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇപ്പം നാട്ടിലെ ഒരു സാധാരണ സ്കൂള് അന്നൊന്നും മറക്കരുത്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊന്നും ആയിട്ടില്ല അധികം, വളരെ കുറവാണ്. ചില നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് ഗവൺമെൻറ് സ്കൂൾസ് മാത്രമാണ്. ആ 87 കാലഘട്ടത്തിലൊന്നും ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള മറ്റേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ ഒരു തള്ളിച്ചയില്ല. വളരെ അപൂർവമായിട്ട് ഇപ്പോൾ SNDPയുടെ ഒരു സ്കൂളുണ്ട്, NSSൻ്റെ ഒരു സ്കൂളുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇതിൻ്റെ ക്രിസ്ത്യൻസിൻ്റെ ഒരു സ്കൂളുണ്ടാവും.
ഇന്നതല്ല സ്ഥിതി. ഇന്ന് എത്ര സ്കൂളാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെയാണെങ്കിലോ സ്കൂളുകൾ എന്ന് പറയുന്നത് മലയാളത്തിന് വേണ്ടി തന്നെയാണ് ശരിക്കും സ്കൂളുകളുണ്ട്. മീഡിയ അല്ല ഞാൻ പറയുന്നത്, മീഡിയ ഇംഗ്ലീഷ് തന്നെയാണ് ഒക്കെ. അപ്പോൾ ആ ഒരു വ്യത്യാസം ശരിക്കും ഞാനന്ന് അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും അവിടെ പഠിപ്പിച്ച രീതിയിൽ നമുക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇവിടുത്തെ രീതി വളരെ വ്യത്യസ്തമാണ് ശരിക്കും. കാരണം ഇവിടെ കുറേയൊക്കെ സ്പൂൺ ഫീഡിങ് ആണ് ശരിക്കും. കാരണം മറ്റതല്ല, നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ പിള്ളേർ ഫ്രീ ആണ്, പിള്ളേർക്ക് കുറേ കൂടി ഇതുണ്ട്, ടീച്ചേഴ്സ് ആയാലും അത്ര പ്രശ്നം. പക്ഷെ ഇവിടെ അത് പറ്റില്ല. ഇവിടെ നിങ്ങളുടെ സമയം, നിങ്ങളുടെ അധ്വാനം ഇതൊക്കെ ശരിക്കും അളക്കപ്പെടും ശരിക്കും. ആ രീതിയിലാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ മെക്കനൈസ്ഡ് ആയിട്ട് മാറും. അവിടെ അങ്ങനെയല്ല, അവിടെ നമ്മൾ കുറേ കൂടി ഫ്രീ ആണ്. പക്ഷേ ഓരോ സ്കൂളിനും അവരുടേതായിട്ടുള്ള ടാർഗറ്റുകൾ ഉണ്ടാവും ശരി. അവരെപ്പോഴും നോക്കുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. പക്ഷെ അപ്പം പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെയൊക്കെ എൻ്റേതായിട്ടുള്ളൊരു വഴി ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഞാൻ മലയാളം ക്ലാസ്സാണ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള നമുക്ക് ഇതിൻ്റെ വേറൊരു തമാശയുണ്ട്. ഈ സ്കൂളിൽ ചിലപ്പോൾ ഈ പീരീഡൊക്കെ കുറയണ സമയത്ത് അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് തരും, മോറൽ സയൻസ് തരും. അതൊരു എൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് പീരീഡ് സോഷ്യൽ സ്റ്റഡീസ്, അതേ ക്ലാസ്സിൽ സെക്കൻഡ് പീരീഡ് മലയാളം. ഫസ്റ്റ് പീരീഡ് മൊത്തം ഇംഗ്ലീഷ് പറയണം, സെക്കൻഡ് പീരീഡ് മൊത്തം മലയാളവും പറയണം. പക്ഷെ അതിൻ്റെ ഒരു മെച്ചം എന്താണെന്നറിയോ, പിന്നീട് ഇപ്പം ഞാൻ ധൈര്യസമയത്ത് ഇംഗ്ലീഷിലും പ്രസംഗിക്കും. ബുക്ക് ഫെയറിൽ പലപ്പോഴും ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ ഷിഹാബ് ഖാനിമൊക്കെ ഉണ്ടായിരുന്നൊരു പ്രോഗ്രാമിലൊക്കെ ഒരു വിഷമമില്ലാതെ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും. അതിനിത് സഹായിച്ചു. ഇത് വലിയൊരു മാറ്റമാണ്. ഈ പിന്നെ ഏത് ഇപ്പം യു എയിലെ പ്രത്യേകിച്ച് ദുബായ് അല്ലെങ്കിൽ ഷാർജ, അജ്മാൻ, ഈ 3 എമിറേറ്റിൽ ഏത് തെരുവിലൂടെ മാഷ് സഞ്ചരിച്ചാലും ചിലപ്പോൾ മാഷ എന്നുള്ളൊരു വിളി കേൾക്കുക, നിർബന്ധമായിട്ടും കേൾക്കും. ആ തരത്തിൽ അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ശിഷ്യസമ്പത്തുണ്ട്. അവരൊക്കെ ഇന്ന് വ്യത്യസ്തമായ മേഖലകളിൽ പല ഉയർന്ന ജോലികളിലൊക്കെ ചെയ്യുന്ന അവരായിട്ട് ഇപ്പോഴും മാഷ് ബന്ധപ്പെടുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു സംഗതി ഇപ്പൊ സമൂഹത്തിലെ എല്ലാ തരം ആളുകളും മാഷായിട്ട് ഒരു നല്ല സ്നേഹബന്ധമുണ്ട്. അപ്പോൾ മാഷ അവരെ എല്ലാ സമയത്തും ഒരേ മനസ്സോടെ സ്വീകരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. കാരണം എന്താ പറയുക, ഇപ്പൊ മാഷായിട്ട് ഒരാൾ പറഞ്ഞാൽ മാഷുടെ ഉള്ളിലൊരു പിന്നെ അപ്പൊ ഒരു മൂഡ് ഓഫായി നിൽക്കുകയാണെങ്കിലും അത് പുറത്തേക്ക് വരില്ല. അപ്പൊ അതാണ് മാഷുടെ ഒരു പ്രത്യേകത, ആ ഒരു പ്രസരിപ്പ്. അപ്പൊ ഈ സമൂഹ ബന്ധം എന്ന് പറയുന്നത് അവരുടെ നിത്യജീവിതമായിട്ടും ഒരുപക്ഷെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അവരാരെ കല്യാണം കഴിച്ചിരിക്കുന്നു, അവരെവിടെ ജീവിക്കുന്ന വീട് എവിടെയാണ്, ഇപ്പൊ എന്ത് ചെയ്യുന്നു, എന്താ ജോലി, ഇത്രയിടം വരെ മാഷ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ആ തരത്തിൽ സാമൂഹിക ബന്ധമൊക്കെ വളരെ ശക്തമായിട്ട്, പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് നിന്ന് കുറെ യാന്ത്രികതയൊക്കെ വന്നു പോയിട്ടും ഇത് അവശേഷിക്കുന്നുണ്ട്, ഇത്തരം നല്ല ചില കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ സമൂഹം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, മാറിക്കൊണ്ടിരിക്കുക. എങ്കിലും ഇത്തരം നല്ല സ്നേഹബന്ധങ്ങൾ നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അല്ല, അതെന്താണെന്നറിയോ, ഇപ്പോൾ ഒരു ടീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ള പ്രൊഫഷനിൽ നിന്നുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണ്? ഒരു അച്ഛൻ അമ്മ കഴിഞ്ഞാൽ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ, ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ നമുക്കൊരു മലയാളം നമുക്കറിയുന്നൊരു കാര്യം പിള്ളേരോട് ചിലപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞിട്ട്, നോട്ട് ഇൻ ദ സ്കൂൾ, അവിടെ പറയുമ്പോൾ അവർ പറയും ആ ടീച്ചർ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ അവരെക്കാളേറെ കുട്ടികൾ സ്നേഹിക്കുന്ന ഒരു വർഗമാണ് ടീച്ചർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ടീച്ചേഴ്സും അല്ല ഞാൻ പറയുന്നത്, ചില ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാനതാ പറഞ്ഞത്, 2ാം ക്ലാസ്സിൽ എൻ്റെ ടീച്ചർ എന്ന് പറഞ്ഞാൽ മോനെന്ന് വിളിക്കുള്ളൂ, അല്ല ഒരിക്കലും മുരളി എന്നല്ല പറയുക. ഇതേപോലെ തന്നെയാണ് മറ്റേ സുഭദ്ര ടീച്ചറായാലും അവരൊക്കെയുള്ള ഒരു ബന്ധം അതാണ്. ഇത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇതേ രീതി തന്നെയാണ് ഞാൻ ഒരിക്കലും ഒരു കുട്ടീനെ പോലും ഡാ എന്ന് ഞാൻ വിളിക്കാറില്ല, ഡി എന്ന് ഞാൻ വിളിക്കില്ല, ഡോനെ വിളിക്കുള്ളൂ, താൻ ഡോനെ വിളിക്കുള്ളൂ. കാരണം ചിലർ പറയും സ്നേഹബന്ധത്തിൻ്റെ അടുപ്പത്തിൻ്റെ ഇതാണ് ഡി ഡാ എന്നൊക്കെ ഉള്ളത്. പക്ഷെ എനിക്കത് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കുട്ടികളെയും റെസ്പെക്റ്റ് ചെയ്യണം. നമുക്ക് പലതും അവരിൽ നിന്ന് കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഹൃദയബന്ധം നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവരെ മറക്കും. അതുകൊണ്ട് തന്നെയാണ് എത്ര വർഷം കഴിഞ്ഞാലും ഇപ്പോൾ നമ്മുടെ ആദിൽ ഇബ്രാഹിമൊക്കെ ഉണ്ടല്ലോ, അവനൊക്കെ ഇപ്പോഴും എനിക്ക് മെസ്സേജ് ഇടും, വിളിക്കും, സംസാരിക്കും. അതേപോലെ എത്ര പിള്ളേരാണെന്നറിയൂ. കാരണം ഓരോ ഫീൽഡിലും ഇനി അതും വേണ്ട, നമ്മുടെ ക്രിസ് ഉണ്ടായിരുന്നില്ല. ക്രിസ് എന്ന് പറയുന്ന മനുഷ്യൻ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആളൊന്നല്ല, പക്ഷേ നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം എത്ര വലിയ ബന്ധമാണെന്നറിയോ. ഒരു വിദ്യാരംഭത്തിന് ഞാൻ
മറ്റേ എഴുത്തിനിരുത്താൻ പോയപ്പോൾ അന്ന് റേഡിയോ മീൽ വർക്ക് ചെയ്യണം. കംപ്ലീറ്റ് അവിടുത്തെ ആൾക്കാരെ കൊണ്ടുവന്ന് എൻ്റെ കാല് തൊട്ട് നിറയിൽ വെച്ച് എന്നെ കൊണ്ട് എഴുതിച്ചു. ഇതെന്തുകൊണ്ടാണത്? നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ബലമാണ്. ഇത് കുട്ടികൾക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നവും അതാണ്. കുട്ടികൾ പഠിക്കാത്തതിൻ്റെ, കുട്ടികൾ മോശക്കാരാവുന്നതിൻ്റെ, കുട്ടികളുടെ സ്വഭാവത്തിൻ്റെ ദൂഷ്യതകൾക്കൊക്കെ അടിത്തറ ആരെയാണ്? ടീച്ചേഴ്സാണ്. കാരണം ഇവർ മോശം, നമ്മൾ പണ്ട് പറയില്ല, ആശാന് അക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യർക്കും. ഈ മാഷ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു കുട്ടികളെ റെസ്പെക്ട് ചെയ്യണം. ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അധ്യാപന രീതി ഭയങ്കര കേരളത്തിലെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് മാറി. കാരണം ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടിയെടുത്തിട്ട് കുട്ടികളെ തല്ലുന്ന അധ്യാപകൻ മാറി ഫെസിലിറ്റേറ്റർ എന്നുള്ള ഒരു ഗൈഡ് എന്നുള്ള ഒരു റോളിലേക്ക് മാറി. നേരത്തെ ഇവിടെ കുറച്ചുകൂടി നേരത്തെ ആ ഒരു റോളുണ്ട്. അതെ അതെ. പക്ഷെ കേരളത്തിലെ ആ ഒരു അവസ്ഥ മാറി. പക്ഷെ ഇതിനെ ആളുകൾ കുറ്റം പറയുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയാണ്. കാരണം കുട്ടികൾ വടിയെടുക്കാത്തതുകൊണ്ട് കുട്ടികൾ വഴി തെറ്റി പോകുന്നു, കുട്ടികൾക്ക് അനുസരണയില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാഷ് എങ്ങനെയാണ് ഇതിനൊക്കെ? അല്ല, അത് ശരിയായ രീതിയല്ല. കാരണം ഞാൻ പറയട്ടെ, നിങ്ങളൊരു കാര്യം മറക്കാൻ പാടില്ലാത്തത്, കുട്ടികൾ എന്ന് പറയുന്നത് മൃഗങ്ങളല്ല. നമ്മളൊരു എരുമ, ഒരു കാളയൊക്കെ ചിലപ്പോൾ പറഞ്ഞ കേട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല വീശു. ഒരു കുട്ടി അതാണോ? ഒരു കുട്ടി ഒരിക്കലും അതല്ല. ശരിയാണ്, ചില സമയത്ത് അവർ വളരെ വയലൻ്റായിട്ട് പെരുമാറും, ചിലപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ പെരുമാറും, ചിലപ്പോൾ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല, ചിലപ്പോൾ നമ്മളോട് ഭയങ്കരമായ ഒരുതരം അകൽച്ച കാണിക്കും. പക്ഷേ അതിനെ ടൈം ചെയ്ത് കൊണ്ടുവരേണ്ട, നമ്മൾ കണ്ടില്ലേ ഈ മറ്റേ സർക്കസിൽ ആനേനെ, സിംഹത്തിനെ, പുലീനെയൊക്കെ നമ്മൾ മെരുക്കിക്കൊണ്ടിരുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾക്ക് കുട്ടീനെ പറ്റില്ല? പറ്റും. പക്ഷെ നമ്മളതിന് തയ്യാറാവണം. അപ്പം അതുകൊണ്ട് അടിച്ച് മാത്രമേ പറ്റുള്ളൂ, ചീത്ത പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അത് തെറ്റായ. കാരണം നിങ്ങളൊരു കാര്യം പേടിപ്പിച്ച് ചെയ്യുമ്പോഴൊരു അപകടം എന്താണ്? പേടി കൊണ്ട് മാത്രം ചെയ്യും, അവൻ്റെ ഉള്ളിൽ നിന്ന് അത് വരില്ല. കാരണം സ്നേഹം, അറിവ്, ജ്ഞാനം സമ്പാദിക്കാനുള്ളതൊക്കെ എവിടുന്നാണ് വരേണ്ടത്? ഉള്ളിൽ നിന്ന് വരണം. നിങ്ങൾ ഉള്ളിൽ നിന്ന് വരാൻ അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണ്? സ്നേഹം. ആ സ്നേഹത്തിലൂടെ നിങ്ങളൊന്ന് കൊടുത്തു നോക്കിയേ. അത് ഞാൻ പറയാനുള്ള കാരണം, ഇപ്പം അക്ബർ കക്കട്ടിലിൻ്റെ ഒരു പുസ്തകത്തിൽ അധ്യാപക ഇതുണ്ടല്ലോ, അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കുട്ടിയുടെ മുമ്പിൽ നിങ്ങൾക്ക് ദേഷ്യം കാണിക്കാം, ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം ഉണ്ടാവരുത്. ഒരിക്കലും ഉണ്ടാവരുത്. കാരണം നിങ്ങൾ ഒരിക്കലും വൈകാരികമായിട്ടൊരു കുട്ടിയുടെ കാണിക്കൊക്കെ ചെയ്യാം, ഉള്ളിലൊരിക്കലും അത് ബാധിക്കരുതെന്നാണ്. കാരണം ഒരു കുട്ടിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര വിശുദ്ധമാണ്, അത്ര പരിശുദ്ധമാണ്. അതൊരിക്കലും ഒരു ആനിമലോ അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ കാണരുത്. അതുകൊണ്ടാണ് ഈ ഒരു രീതി ഞാൻ പറഞ്ഞത്. അത് അത്ര ശരിയായ രീതിയൊന്നുമില്ല. അടിച്ചാലേ പഠിക്കൂ, ചീത്ത പറഞ്ഞാലേ പഠിക്കൂ, അതൊക്കെ വെറുതെ പറയും. ഇനി അങ്ങനെ വരേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അവരെ ടൈം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതല്ലേ പ്രശ്നം. ഞാനെപ്പോഴും എനിക്ക് കണ്ടിട്ടുള്ളൊരു കാര്യം, ചില ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ ചെന്നിട്ട് ഇവർ ഒരിക്കലും ചിരിക്കുക പോലും, എപ്പോഴും ഗൗരവമാണ്. പ്രത്യേകിച്ച് ഈ സബ്ജക്റ്റിൻ്റെ ചില ടീച്ചേഴ്സ് ഉണ്ടല്ലേ, കണക്ക് മാഷന്മാർ, ഇവരൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താണ്? അവർ ചിരിക്കില്ല. എന്താ കാരണം വെച്ചാൽ ഇത് ഭയങ്കര സീരിയസ് സബ്ജക്റ്റാണ്. വെറുതെ പറയുക, ഈ ലോകത്തിൽ ഒരു സബ്ജക്റ്റും അത്ര ഇതല്ല. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിലാക്കാൻ പറ്റും, നിങ്ങൾ വിചാരിച്ച. ഈ മാഷുടെ ഇപ്പോൾ ഈ ഒരു 38 വർഷത്തെ ഒരു പ്രവാസ ജീവിതത്തിന് മറക്കാനാവാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഒരു സാധാരണ ഇതിൽ എല്ലാവരും പറയുന്ന പോലെ അല്ല, പക്ഷെ ഇത് ചിലപ്പം സമൂഹത്തിന് വളരെ ഗുണകരമായിട്ടുള്ള പാഠങ്ങളുണ്ടാവും. അല്ലെങ്കിൽ മാഷ് തന്നെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വേറൊരാൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ ഈ പ്രവാസ ലോകത്ത് മാഷ്ക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഇപ്പോൾ NI മോഡലിൽ നിന്ന് 28 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നു. ഇങ്ങനെ ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല സത്യത്തിൽ. അന്ന് നോമ്പ് കാലമാണ്. ഞാൻ സത്യത്തിൽ അപ്പോഴൊക്കെയാണ് ഈ നോമ്പിൻ്റെ ഒരു ഇതിനോട് ഭയങ്കര ഇത് വന്നത്. അതോടൊപ്പം തന്നെ ലളിതാ സഹസ്രനാമം നിരന്തരം ഞാൻ ചൊല്ലുമായിരുന്നു. ഇങ്ങനെ ഈ നോമ്പ് കാലത്ത് അജ്മാനിൽ വെച്ചിട്ട് ഒരു നോമ്പ് തുറയിൽ ഇഫ്താറിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായി. ഞാൻ അവിടെ വെച്ച് നോമ്പ് തുറയെക്കുറിച്ചുള്ളൊരു വലിയ കവിത ഞാനൊന്ന് ഉറക്കെ പാടുകയാണ്. ഇത് കേട്ടിട്ട് എൻ്റെ കൂടെ അന്ന് ഇതിൽ സ്റ്റേജിലുണ്ടായിരുന്ന ഒരാൾ എന്നോട് ഭയങ്കരമായിട്ട് സ്നേഹിതറിയാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നത് ഒരുമിച്ചാണ്. അദ്ദേഹം അജ്മാനിലെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറിപ്പോൾ എന്താ ചെയ്യുന്നത്?
മറ്റേ ഈ ജോലി, നമുക്ക് ഇപ്പം ജോലി ഇല്ല എനിക്ക്, ഞാനിങ്ങനെ കുറേ വർഷം വർക്ക് ചെയ്തതാണ്. ഒരു കാര്യം ചെയ്യൂ, നാളെ തന്നെ സ്കൂളിലേക്ക് വരാൻ പറയുകയാണ്. ആ ഒരു ഈ എന്താ പറയുക ക്ഷണം പിന്നീട് ആ സ്കൂളിലെ ഒരാളായി ഞാൻ മാറുന്നു. ആ സ്കൂളിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി തീരുന്നു. ആ സ്കൂള് എനിക്ക് ഒരു യാത്രയയപ്പ് തന്നത് അത്ര കുട്ടികളുടെ ഒക്കെ സ്നേഹത്തിലാണ് ചെയ്തത്. സ്കൂൾ ഏതായിരുന്നു? അല്ലമീർ, അല്ലമീർ, അജ്മാൻ അല്ലമീർ സ്കൂൾ. കാരണം എന്താണെന്ന് വെച്ചാൽ 10 വർഷക്കാലം അവിടെ പഠിപ്പിച്ചു. 10 വർഷക്കാലം. കാരണം ഈ ഒരൊറ്റ നോമ്പിൻ്റെ, ഈ നോമ്പിനോടുള്ള എൻ്റെ ഒരു ബന്ധം അതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു സംഭവമാണ്. അത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഞാൻ മറ്റേ ഈ ഇവരുടെ തന്നെ, നിങ്ങളുടെ തന്നെ ഈ സുപ്രഭാതവുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ആ ഈ എന്താണ് അതിൻ്റെ സംഘടനയുടെ പറയുക, അവരുടെ ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത് അപ്പോൾ അവിടെ പോയ സമയത്ത് ഞാൻ അന്ന് ഈ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മനുഷ്യജാലിക അങ്ങനെ ഒരു സംഭവം ഉണ്ട്. വന്ന് പോയ സമയത്ത് ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞു, മൂത്രമൊഴിച്ചാൽ കഴുകാൻ പഠിച്ചത് ഇവിടുന്നാണ് ഞാൻ എന്ന് പറഞ്ഞാൽ മുമ്പ് ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഏത് സ്ഥലത്ത് ചെന്നാലും ഒരു മരുഭൂമി കൂടെ പോവുകയാണെങ്കിലും എൻ്റെ കയ്യിൽ വെള്ളം വേണം. ഇതൊരു വലിയ കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശുചിത്വത്തിൻ്റെ ഒരു പാഠം പഠിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സാറിൻ്റെ പേര് എസ്.ജെ. ജേക്കബ്. അത് വേണേ മറന്നുപോയി ഞാനത്. ഡോക്ടർ എസ്.ജെ. ജേക്കബ്. അത് അത്രയ്ക്ക് വലിയൊരു മനുഷ്യനാണ്. അപ്പോൾ ഇത് നോക്കിയേ, ഇതേപോലെ ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഭക്ഷണം, എന്തുകൊണ്ടാണ് നോമ്പ് ഇത്ര വലിയ പ്രശ്നമായിത്തീരുന്നത്? അപ്പോൾ നമ്മുടെ പഴയ ചെയർമാനായിരുന്ന കമാലുദ്ദീൻ ഹാജി, അപ്പോൾ കമാലുദ്ദീൻ ഹാജി എല്ലാ പ്രാവശ്യവും അവിടെ ഇഫ്താറുണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അപ്പോൾ ഭക്ഷണം ഇങ്ങനെ ആരുടെ കയ്യിൽ നിന്ന് ഒരു ഇത്തിരി വീണ സമയത്ത് അദ്ദേഹം അത് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, കാരണം ഭക്ഷണത്തിൻ്റെ വില അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ചെയ്യും. ഇത് കിട്ടാതെ വേദനിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇതും വലിയൊരു പാഠമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും എത്ര ഭക്ഷണമാണ് നമ്മൾ കഴിഞ്ഞ്, ഇനി ഇതും കൂടാതെ നമ്മുടെ സ്കൂളിൽ നിന്ന് പുതിയ സ്കൂളിൽ നിന്ന് എവിടേക്ക് പോവുകയാണ്? നോമ്പ് നമ്മുടെ ഇത് കൊടുക്കില്ല, ഇഫ്താർ ഗിഫ്റ്റ് കൊടുക്കാൻ പോവില്ലേ? ഇപ്പം ഇഫ്താർ ഗിഫ്റ്റ് കൊടുക്കാൻ പോയ സമയത്ത് ഒരു പെൺകുട്ടി, അവിടെ ഒരു തമിഴത്തിയാണ്, അതൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. ഇവള് പോയ സമയത്ത് നമ്മൾ ഈ അവിടെ പോകുമ്പോൾ കണ്ടില്ലേ, ചിലവരൊക്കെ ഭക്ഷണം പോലും കിട്ടാതെ ഇവരിത് തട്ടിപ്പറയാൻ വേണ്ടി ഓടി വരികയാണ് ചെയ്യും. ഭക്ഷണം കിട്ടാനുള്ള ആർത്തി കണ്ടിട്ട് ഇവളാകെ വിഷമിച്ച് കരഞ്ഞ് സ്കൂൾ ബസ്സിലേക്ക് ഓടിച്ചെന്ന് അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് ഇവൾക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവള് വീട്ടിലെത്തിയിട്ട് അമ്മയുടെ മുമ്പിൽ ചെന്ന് കരഞ്ഞു പറയുന്ന ഒരു സംഭവമാണ് എന്തെന്ന്, ഇനി ഒരിക്കലും എനിക്ക് ജങ്ക് ഫുഡ്, ആ ഫുഡ്, ഈ ഫുഡ് വേണമെന്ന് ഞാൻ പറയില്ല. കാരണം ഇന്ന് അവരെ കണ്ടപ്പോൾ എനിക്കത് എന്നെ വല്ലാതെ അത് ബാധിച്ചു ശരിക്കും. കാരണം അമ്മ എന്തു തരുന്നു, അപ്പോഴാണ് ഒരു ഇത്തിരി തൈരും ഒരു കുബൂസും തന്നാണ്. അതാണ് ഞാൻ പിന്നീട് ഇത്തിരി തൈരും ഒരു കുബൂസും എന്ന പേരിൽ ഒരു കവിതയാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ പലരും ഉണ്ട് ശരി, പല വ്യക്തികൾ. കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ നമ്മൾ നേരത്തെ നിങ്ങൾ ശിക്ഷിക്കണതിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമ്മളും ചിലപ്പോൾ ചെറിയ ദേഷ്യമൊക്കെ വരുമ്പോൾ ചെറിയ ശിക്ഷയൊക്കെ കൊടുക്കും. ഒരു ദിവസം ഇതേപോലെ തന്നെ ഒരു കുട്ടിയോട് എനിക്ക് വളരെയധികം ഇതായിട്ട് ഒരു വടി ഇട്ടിട്ട് ഇങ്ങനെ തല്ലാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്തു, ദേഷ്യം വന്ന് ഈ വടി ഒടിച്ച് വലിച്ചെറിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നൈഫ് റോട്ടിൽ വെച്ചിട്ട് ഇവനെ കണ്ടുപിടിച്ചാൽ ഇവനാകെ തലയൊക്കെ അങ്ങോട്ട് നരച്ച് ഒരു ജാതി അവസ്ഥയിൽ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചങ്ങ് പൊട്ടിക്കരയുകയാണ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, സാറേ ഞാനന്ന് സാറിനോട് ചെയ്തത് അതിൻ്റെ ഞാൻ അനുഭവിച്ചു സാർ എന്ന് പറഞ്ഞ് എന്നെ. പക്ഷേ പിന്നീട് അത് മാറി. നമ്മളൊരിക്കലും ഒരു കുട്ടിയോട് പകയോ ദേഷ്യമോ ഒന്നും കരുതില്ല. ഇങ്ങനെ ജീവിതത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ശരി, ഈ തിരിച്ചു പോവാണല്ലോ, തിരിച്ച് നാട്ടിലെത്തി, ഗുരുവായൂരെത്തി, എന്തൊക്കെയാണ് എന്തെങ്കിലും പദ്ധതികൾ? അല്ല, ഞാനത് എനിക്കുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇപ്പം ഞങ്ങൾ ഇന്നലെ അക്ഷരക്കൂട്ടത്തിലൊരു ചർച്ചയിൽ നമ്മുടെ ബഷീർ ഉണ്ടല്ലോ, മൂളിവയൽ, ഇവിടുത്തെ നല്ല കവിയാണ്. അപ്പോൾ മൂളിവയൽ ഒരു ചോദ്യം ചോദിച്ചു, മാഷേ ഞാൻ നാട്ടിൽ സ്കൂളിലൊക്കെ പോയപ്പോൾ 80% കുട്ടികൾക്കും മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല നാട്ടിൽ. അപ്പോൾ മാഷ്ക്ക് ഇതെന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു. ഇതൊരു വളരെ പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇവിടുത്തെ പിള്ളേരെ കുറ്റം പറയും, ഗൾഫിലെ പിള്ളേർക്ക് അറിയില്ല, അതൊക്കെ വെറുതെ പറയുക.
ഗൾഫിലെ പിള്ളേർക്ക് അറിയണം, നല്ല പിള്ളേരുണ്ട്, അസ്രമായിട്ട് മലയാളം അറിയുന്നു. ഇപ്പോൾ ഈ ആദിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സൂപ്പർ മലയാളമാണ് ആദിൻ്റെ, അതിശയിച്ചു പോകും നമ്മൾ. അതേപോലത്തെ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്, നന്നായിട്ട് എഴുതുന്ന, നല്ല കഴിവുള്ള, എഴുതാൻ പോലും കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കൊരാഗ്രഹമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ റൈമിങ്ങുകളിലൂടെ കുട്ടികളുടെ ഒരു ചെറിയ ഒരു ഗ്രൂപ്പുകളിലേക്ക് ചെന്ന്, സ്കൂളുകളിലേക്ക് ചെന്ന്, എനിക്കറിയില്ല അത് എത്രത്തോളം വിജയിക്കുന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെന്നൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ ടീച്ചർമാർ അത് ബാധിക്കുമോ എന്നുള്ള പേടി അവർക്കുണ്ട്. കാരണം അതുവരെ സൂപ്പർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞ് നിർത്തിയ ആൾക്കാർ ചിലപ്പോൾ നമ്മളിത് ചെല്ലുമ്പോൾ എന്തുണ്ടാക്കും, ഇതല്ല മലയാളം പഠിപ്പിക്കലേ, ഇത് പ്രശ്നമാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ എൻ്റെ ഒരു പുസ്തകം പുതിയത് വരുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ, കുട്ടികൾക്കുള്ളൊരു പുസ്തകമാണ് അമ്മുവിൻ്റെ ലോകം എന്ന് പറഞ്ഞൊരു പുസ്തകം. ഈ ഒരു പുസ്തകം ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നുകിൽ വയനാട്ടിൽ അല്ലെങ്കിൽ ഗുരുവായൂരുള്ള ഏതെങ്കിലും സ്കൂളിൽ അവിടുത്തെ കുട്ടികളെ ഒരു ഗ്രൂപ്പായി വിളിച്ച് അവരുടെ ഇടയിൽ വെച്ചിട്ട് അവതരിപ്പിക്കണം. ഇത്തരത്തിൽ കുറച്ച് സ്കൂളുകളിലെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് മലയാളത്തെ സ്നേഹിക്കാം, സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ പഠിക്കും, അത് ചെയ്യാനൊരാഗ്രഹമുണ്ട്. പിന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ട എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് നടക്കും. അത് വലിയൊരു പ്രശ്നമല്ല. മാഷിന്റെ ഇപ്പോൾ ഈ കവിതകള് എത്ര പുസ്തകം ഇറങ്ങി? കവിതകള് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 11ഓളം പുസ്തകമായിട്ടുണ്ട്. അപ്പൊ അതില് കവിതകൾ എന്ന് പറയുന്നത് ആദ്യത്തെ പുസ്തകം ആദ്യാക്ഷരാണ്. രണ്ടാമത്തെ എൻ്റെ കവിതാ പുസ്തകം അമ്മുവിൻ്റെ ഇഷ്ടങ്ങൾ എന്നുള്ള കുട്ടികൾക്കുള്ള കവിതയാണ്. മൂന്നാമത്തത് പ്രണയമൊഴികൾ എന്നുള്ളൊരു പുസ്തകമാണ്. നാലാമത്തതാണ് പിന്നീട് ഞാൻ പറഞ്ഞ മറ്റേ ഈ നോമ്പിനെ കുറിച്ച്, നോമ്പുയിര് പിന്നീട് എഴുതിയത്. അത് കുറച്ചും കൂടി ശേഷം എഴുതിയത്. നോമ്പ് കവിതകളാ ഇത് ഫുൾ നോമ്പ് കവിതകൾ. പുതിയത് വരുന്നത് 120 കവിതകളാണ്. വെച്ചാൽ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എഴുതി. ഇതിൽ ഒരു വർഷത്തെ കവിതയുള്ളൂ ശരിക്കും, 32 കവിതയുള്ളൂ ശരിക്കും. ഈ പുസ്തകം ഇത് നമ്മുടെ KMCC ആണിത് ഇറക്കാനായിട്ട് ഇതാക്കിയിട്ടത്, ഈ നോമ്പുയിര് എന്ന് പറഞ്ഞ പുസ്തകം. മാഷ് നോമ്പ് എടുക്കുന്നതാണോ? ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഈ കവിതകൾ ഇത് സെപ്പറേറ്റ് ആണ് ശരിക്കും. ഇതിൽ വേറെ ഒരു വിഷയമില്ല. ഇതിൽ നോമ്പുമായി ബന്ധപ്പെട്ട, ഖുറാനുമായി ബന്ധപ്പെട്ട, ഹദീസുകളുമായി ബന്ധപ്പെട്ട, നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അതോടൊപ്പം തന്നെ പൊതുവായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ചില ഇസ്ലാമിക ധർമ്മങ്ങളെ എങ്ങനെ മനുഷ്യന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഞാനിതിൽ എഴുതാറുണ്ട്, അങ്ങനത്തെ വിഷയങ്ങൾ എടുത്തിട്ട്. ഇപ്പോൾ ഈ വിശപ്പിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ പറഞ്ഞു, ഭക്തിയുടെ ഒരു പ്രശ്നം നമ്മൾ പറഞ്ഞു, മറ്റേ ലൈലത്തുൽ ഖദറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും ഞാനിതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതും ഓരോ വർഷവും വേറെയാണ്. ഒരിക്കലും ഞാനൊരു കവിതയുടെ റിപ്പീറ്റേഷൻ അതിൽ വരാറ്. അത് വരാതെ ആ ഡിഫറൻസ് സൂക്ഷിച്ചുകൊണ്ട്, അതിന് ഞാൻ പലപ്പോഴും ഈ ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ ഖുറാൻ നല്ലോണം പഠിച്ചിട്ടുള്ള, ഹദീസിൽ നല്ല അറിവുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഒരു വിഷയം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ചർച്ച ചെയ്യും. ഇതിലിതൊക്കെ ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഒരു പ്രാവശ്യം നബിയെ കുറിച്ചുള്ള ഒരു കവിത വന്ന സമയത്ത്, അതിലിപ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ച് അവൻ എന്ന് പറയാറുണ്ട്. അതേപോലെ ഞാൻ അതിൽ ഉപയോഗിച്ചപ്പോൾ, പയ്യനാണ്, മൗലവിയാണ്, അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, സാർ അങ്ങനെയാ നമ്മൾ ഒരിക്കലും നബി തിരുമേനിയെ കുറിച്ച് അവർന്നേ പറയാറുള്ളൂ, അല്ലാതെ ഞാൻ അപ്പം തന്നെ അത് മാറ്റി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, എന്നെക്കാട്ടും വളരെ താഴെ എൻ്റെ മോനാവേണ്ട പ്രായമുള്ളൂ, മൗലവിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക് ടീച്ചറാണ്. പക്ഷെ ഞാനത് അപ്പം തന്നെ, അതിനുശേഷം ഞാൻ അത് മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ആ അവർ എന്നുള്ള വാക്ക് അതേ ഗൗരവത്തോടു കൂടി മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനതാ നേരത്തെ പറഞ്ഞത്, നമ്മൾ കുട്ടികളെയും റെസ്പെക്ട് ചെയ്യണം. നമ്മളെക്കാട്ട് താഴെയുള്ളവരിൽ നിന്നും ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അറിവ് കിട്ടും. നമുക്കറിയാത്തൊരു കാര്യമാണത്. നമ്മൾ സാധാരണ കേസിൽ ഇപ്പോൾ അവൻ എന്നുള്ള വാക്ക് ഇപ്പോൾ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ നമ്മളത് ഉപയോഗിക്കാറുണ്ട്, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആ ഒരു പ്രോഫറ്റിനോടുള്ള ആളുകളുടെ സ്നേഹം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നമ്മളെന്താ പറയുക, തികഞ്ഞ ആ ഒരു നമുക്ക് എന്താ എനിക്കറിയില്ല. അതുകൊണ്ടാണ് അവർക്ക് അദ്ദേഹത്തെ ആ രീതിയിൽ പറയാനുള്ളൊരു മടി. നമ്മൾ റെസ്പെക്ട് ചെയ്യണം, വേണ്ടേ? വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ മാഷ് കവിതയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട്, മാഷിന്റെ കവിതകളുള്ള ലാംഗ്വേജ്, ഈ കവിതകൾ ഇപ്പോൾ മൊത്തത്തിൽ മാറ്റം ഉണ്ടല്ലോ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റമുണ്ട്. പക്ഷെ മാഷ് ഈ കാലത്ത് എഴുതുമ്പോഴും ശരിക്കും കുറച്ചും കൂടി പുറകിലുള്ള ഭാഷയാണ്, അങ്ങനെ പറയാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ആണ്, അല്ലാത്തത് ഉണ്ട്.
ഞാൻ 2-3 കവിതകളിൽ ഇപ്പോൾ ഒരു ഫ്രെമിനി എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ഏതാ? ഫ്രെമിനി. പ്രഭിനെ. ഫ്രെമിനി എന്ന് പറഞ്ഞത് വെച്ചാൽ ഫ്രണ്ടും എനിമിയും ഈ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഫ്രെനിമി എന്നുള്ളത്. അത് നമ്മുടെ റാം മോഹൻ പാലിയത്ത് അറിയില്ലേ ഇവിടെ ഉണ്ടായിരുന്നത്. മൂപ്പരുടെ മോള് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു പറഞ്ഞ സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു വാക്ക് ഫ്രെനിമി എന്നുള്ളത്. ഫ്രണ്ടും എനിമിയും കൂടി ചേർത്തിട്ടാണ് അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അത് ഈ ദാമ്പത്യത്തെ കുറിച്ച് പറയാനാണ് ശരിക്കും. അതേപോലെ ടോം ആൻഡ് ജെറി എന്നൊരു കവിതയുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഈ ദാമ്പത്യത്തിലുള്ള വലിയൊരു പ്രശ്നം, ഇങ്ങനെ ഒരു കളിയുണ്ട് ശരിക്കും. എന്ന് പറഞ്ഞാൽ പൂച്ചയും മറ്റേ എലിയും തമ്മിലുള്ള ഒരു കളിയുണ്ടല്ലോ. ഈ കളി പോലത്തെ ചില ജീവിതം പലപ്പോഴും ചെത്തിച്ചേരുന്ന അവസ്ഥകളെ കുറിച്ച്, ദാമ്പത്യത്തിന്റെ പ്രശ്നത്തെ കുറിച്ച് അപ്പൊ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ബേസിക്കലി താളമുള്ള, കഴിയുന്നത്ര വൃത്തം സൂക്ഷിക്കുന്ന, പ്രാസം കഴിയുന്നത്ര വരാൻ ശ്രമിക്കുന്ന കവിതകളെ ഞാൻ എഴുതാറുള്ളത്. എനിക്കതാണ് ഇഷ്ടം. അത് ആൾക്കാർ സ്നേഹിക്കാതിരിക്കുക എനിക്ക് ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഭാഷ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഈ പഴയ രീതികളെ നിലനിർത്തുക തന്നെ വേണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യരുത്, അവിടെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. വിട്ടുവീഴ്ച നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, എന്തും എഴുതാം. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. ഒരിക്കൽ നമ്മൾ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പറഞ്ഞിരുന്നു, ഒരു ന്യൂസ് എടുത്തിട്ട് ഒരു താളത്തിലങ്ങ് വായിച്ച കവിതയായി. ഒരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടല്ലോ, എന്നുവെച്ചാല് ഈ അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നൊരു സ്റ്റൈലിൽ പറഞ്ഞ എന്തായി, കവിതയായി. ഇതല്ല കവിത അല്ലേ? കവിതയ്ക്ക് കവിതയുടെ ഭാഷയുണ്ട് ശരിക്കും. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എന്നെ ആൾക്കാർ ഇഷ്ടപ്പെടാം. ഈവൻ ഈ നോമ്പ് കവിതകളിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമായിട്ട് ഒന്നുകിൽ ഒരേ അക്ഷരത്തിലായിരിക്കും എല്ലാ കവിതയും, അതല്ലെങ്കിൽ ആ ഈ എന്നുള്ള ആ ഓർഡറിലായിരിക്കും വരികൾ, അതല്ലെങ്കിൽ പ്രാസങ്ങൾ ഞാൻ സൂക്ഷിക്കാറുണ്ട്. കാരണം കഴിഞ്ഞ നോമ്പിന് ഒരേ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത്. നിങ്ങൾ ആ പുസ്തക വരികൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇപ്പം നായാണെങ്കിൽ എല്ലാ വരികളും നായാണ്, പായാണെങ്കിൽ എല്ലാ വരികളുടെയും തുടക്കം പായാണ്. കാരണം ഇതെന്തിനാണെന്നറിയോ, അവിടെ നിങ്ങൾ നിങ്ങളുടെ ഭാഷയുടെ തന്നെ ജീനിയസിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ സ്വത്വത്തെ നമ്മൾ പഠിക്കുക ചെയ്യുന്നത്. കാരണം ഈ ഒരു വാക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഞാൻ 2 മണിക്കൂർ ഇരിക്കേണ്ടി വരും, തപ്പി കണ്ടുപിടിക്കും. പക്ഷേ വേണം, നിങ്ങൾ നിങ്ങളുടെ ഭാഷയെ നിലനിർത്താൻ ഇത്തിരി അധ്വാനിച്ചുകൊണ്ട് എന്താ പ്രശ്നം? ഇന്ന് കവിത എഴുതുന്ന ആൾക്കാർക്കുള്ള പ്രശ്നം എന്താ? ഒരിക്കലും അത് പ്രശ്നമാണ്. വായിക്കണ്ട, വൃത്തല്ല ഞാൻ പറഞ്ഞു, വായന വേണ്ട, ആശയം വേണ്ട, ഒരു കാര്യം കിട്ടി, അതും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമാണ്. ഇവർക്കൊക്കെ ഉള്ള ഒരു വലിയ പ്രശ്നം അതാണ്. രാഷ്ട്രീയമല്ലാതെ മറ്റൊരു വിഷയവും സ്നേഹത്തെക്കുറിച്ച്, മനുഷ്യബന്ധങ്ങൾ, അതൊന്നും ഇവർ പറയുന്നു. ഒരാകെ കൂടി ഉണ്ട് കഴിഞ്ഞാൽ അപ്പോൾ രാഷ്ട്രീയം. അതല്ല വേണ്ടത്. ഒരു കവിക്ക് എത്ര അല്ലേ എന്തൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നേരത്തെ ജലീലൊക്കെ പറഞ്ഞു എല്ലാ സ്ട്രീറ്റിലും അല്ലേ, യു.എയിൽ ഏത് സ്ട്രീറ്റിൽ ഇറങ്ങിയാലും പുറക്കുന്നൊരു മാഷ എന്നുള്ളൊരു വിളി ഉണ്ടാവും. ഈ മാഷിൻ്റെ എല്ലാ ശിഷ്യഗണങ്ങളും ഉള്ളത് യു.എയിലും ഒക്കെയാണ്. ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് മാഷ് തിരിച്ചു പോവാണ്. സ്വാഭാവികമായും ഒറ്റപ്പെടലിന് ഒരു ഇതുണ്ട്. കാരണം ഇവിടുത്തെ ഈ എല്ലാ സാഹിത്യ പരിപാടികളിലും അതുപോലെ എല്ലാ സാമൂഹിക പരിപാടികളിലൊക്കെ നിരന്തരം ഉണ്ടാകുന്നൊരു വ്യക്തി, ഈ പറയുന്ന ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടാകുന്നൊരു വ്യക്തി ഇവിടുന്ന് എല്ലാം മതിയാക്കി പോവുകയാണ്. ഈ നാട് വിട്ടു പോവാണ്, ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ്. തിരിച്ചും ഗുരുവായൂരിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒറ്റപ്പെടലുണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും. എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിച്ച പോലെ അല്ല നടക്കുക. അള്ളാഹു ആണ് ചെയ്യും. നമുക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, ഏത് ഒരു ഈ താന്തർ പെരുവഴിയമ്പലം തന്നിൽ കൂടുന്ന ഒരു ഇതുണ്ട്. അവർ കൂടി അവിടെ അവരെന്ത് ചെയ്യുന്നു, വളരെ സ്നേഹത്തിൽ വളരെ ഇതിലായിട്ടൊക്കെ വർത്തമാനം പറയും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റില്ല, ഉറപ്പല്ലേ? ഇത് നിങ്ങളുടെ നിയോഗമാണ്. ഇപ്പോൾ ഇത്ര 39 വർഷം, ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 20-25 വർഷം എനിക്ക് എവിടെ കിട്ടിയിട്ടുള്ളൂ, നാട്ടിൽ കിട്ടിയിട്ടുള്ളൂ. 40 വർഷവും ഞാൻ എവിടെയാണ്, യു.എയിലാണ്. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഈ മരുഭൂമി എന്ന് ഞാൻ പറയില്ല, എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അത് കുറേ ദൂരം പോകണം, എന്നാലും നമുക്ക് മരുഭൂമി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ അത്രയ്ക്കധികം അലിഞ്ഞു ചേർന്നാലും ഒരു ദിവസം നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല. അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്, പോയേ പറ്റൂ നമ്മൾ. പക്ഷേ സലാഹുദ്ദീൻ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മളിൽ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എനിക്ക് ഏത് മറ്റേ അസോസിയേഷനിൽ കയറി ചെല്ലാം, എവിടെ ചെന്നാലും എൻ്റെ കുട്ടികളെ എനിക്ക് കാണാം,
എവിടെയും ഇപ്പം ഞാൻ കുട്ടികൾ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ അജ്മാനിയിൽ നിന്ന് പോരുന്ന സമയത്ത് എൻ്റെ HOD ആയിരുന്ന ആ സ്ത്രീയുണ്ട്, ആൻസി എന്ന് പറയുന്ന ഒരു മാം. അവർ ആ ദിവസം മുഴുവൻ ഇരുന്ന് കരയായിരുന്നു. ഞാൻ അതിശയിച്ചു പോകും. എന്നുവെച്ചാൽ നമ്മൾ ഞങ്ങളുടെ വളരെ താഴെയുള്ള ഒരാളാണ്, പക്ഷേ അവരുടെ പൊസിഷൻ അതാണ്. എന്നിട്ട് പോലും അവർക്ക് ഇതൊക്കെ എന്താണ്? മനുഷ്യബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഒറ്റപ്പെടലിൽ നിന്ന് നമ്മൾ മാറ്റി. കാരണം നിങ്ങൾ എവിടെ ചെല്ലുമ്പോഴും അവിടെയുണ്ടാക്കുന്ന സ്നേഹബന്ധങ്ങൾ പിരിയാൻ നമുക്ക് വിഷമം തന്നെയാണ്, പക്ഷേ പിരിയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പുതിയ ഒരു ലോകം നമ്മൾ സൃഷ്ടിച്ചെടുക്കുക. വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. വിഷമിച്ചിരിക്കുന്നതോറും നിങ്ങൾ അലസനാവും, നിങ്ങൾ മടിയനാവും. അത് ചെയ്യും. എനിക്കിപ്പോൾ 65 വയസ്സായി എനിക്ക്, പക്ഷേ എനിക്ക് വയസ്സായെന്ന് ഇപ്പോഴും തോന്നിയിട്ടില്ല. അവിടെ ചെന്നാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, എന്നോട് ഇന്നലെ ഫേസ്ബുക്കിൽ ആരോ പോസ്റ്റ് ഉണ്ടായിരുന്നു, മാഷ് എവിടെ പോകാനാണ്, മാഷ് ഇങ്ങോട്ട് തന്നെ വരും, മാഷ്ക്ക് ഇവിടെ വിട്ട് പോകാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഈ സലാഹുദ്ദീൻ പറഞ്ഞ ആ ഒറ്റപ്പെടൽ എങ്ങാനും എന്നെ കീഴ്പ്പെടുത്തിയാൽ ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ തിരിച്ചു വരാം. ബട്ട് അതിനുള്ള സാധ്യത ഞാൻ ഇപ്പോൾ തീരെ കാണുന്നില്ല. കാരണം ഇപ്പോൾ കുറേ വർഷമായി, കുറച്ച് നാളൊക്കെ എന്ത് ചെയ്യണം, നാട്ടിലെ എനിക്ക് കുറേ പുസ്തകങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കാരണം ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമാണ് ദോസ്റ്റോയെവ്സ്കിയുടെ ഒരു ജീവചരിത്രം. സ്റ്റീഫൻ സ്വൈഗിൻ്റെ ഒരു പുസ്തകമാണ്. ഇതൊന്ന് മലയാളത്തിലേക്ക് ആക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല, അതേപോലെ തന്നെ ഈ നീഷയെക്കുറിച്ച്, ഫ്രെഡറിക് നീഷ ഉണ്ടല്ലോ, അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതണം. ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ എല്ലാ കവിതകൾ കൂടി 100-300 കവിതകളുണ്ട്. ഇതൊക്കെ ചേർത്തൊരു വലിയ കളക്ഷനാക്കിയിട്ട് ഇറക്കണം എന്നൊരാഗ്രഹമുണ്ട്. എഴുത്തിൻ്റെ ലോകത്ത് അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു പബ്ലിഷിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ചില ഒരു ഓഫർ ഇതായിട്ടുണ്ട്, അവർ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ കൂടുതൽ പ്രസിദ്ധീകരിക്കുക. അങ്ങനെ ഒരു, അപ്പോൾ ഇതൊക്കെ കൂടി ആവുമ്പോൾ ഒരു പക്ഷേ ഇവിടുത്തെ ഈ സങ്കടം ഞാനതിനെ മറികടക്കുന്നതാണ് വിചാരിക്കുന്നത്. ഇതെൻ്റെ കയ്യിലല്ല. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എന്തായാലും വളരെ സന്തോഷം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സുപ്രഭാതം പത്രമൊക്കെ ആയിട്ട് ഇവിടെ സുപ്രഭാതം മാത്രമല്ല കേട്ടോ, ഞാനിവിടെയുള്ള എനിക്കുള്ള ഏറ്റവും വലിയ ഒരു പുണ്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഏത് സംഘടനയിലേക്കും എനിക്ക് കയറി ചെല്ലാം, ഒരാളും എന്നെ എന്ത് ചെയ്യില്ല, തടയില്ല. കാരണം അവരുടെയൊക്കെ ഉള്ളിൽ ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വികാരത്തിൻ്റെ മാക്സിമം അവരുമായിട്ട് ഇടപഴകാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് അവരൊക്കെ സ്നേഹം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോടും എനിക്കുള്ള കടപ്പാട് ഞാൻ അറിയില്ല. സുപ്രഭാതം ഈ റാബിയ അൽ അദവിയ എന്ന് പറയുന്ന ഒരു സൂഫി ഉണ്ടല്ലോ, അപ്പം അവരുടെ കുറേ വരികൾ ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അപ്പോൾ അതിലത്തെ ഒരു ഭാഗം, ഇത് വളരെ ഈ സ്പിരിച്വൽ ലൈഫിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. കറക്റ്റ്. കാരണം ഒരു സ്ത്രീയാണ് അവർ. എവിടെ നിന്ന്? ഇറാഖിൽ നിന്ന് മക്ക വരെ അവരെന്ത് ചെയ്യാണ്? സഞ്ചരിക്കുക. അങ്ങനെയാണ് അവരുടെ ആ ചില നമ്മുടെ മീരയുണ്ടല്ലോ ശരിക്കും, അതേപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു അവർ. ശരിക്കും സൂഫികളുടെ കൂട്ടത്തിൽ അതാണ് റാബിയ അൽ അദവിയ എന്ന് പറയുന്നത്. അത്രയ്ക്ക് വലിയൊരു ഇതായിരുന്നു. അവരുടെ കവിതയിലത്തെ കുറച്ച് വരികൾ ഞാൻ പറയാം. നീ വാഴ്വത് എൻ്റെ നെഞ്ചിലല്ലോ അല്ലാഹു പ്രാണനാഥ, നിന്നോടുള്ള പ്രണയത്തിന് 2 മാർഗം. ഒന്ന് സ്വാർത്ഥപൂർണം, മറ്റൊന്ന് നിൻ മഹനീയതയ്ക്ക് ഒപ്പം അറിയുക. എൻ്റെ സ്വാർത്ഥകാമനയിൽ നിന്നെ മാത്രം ഓർമ്മിക്കുന്നു ഞാൻ, എൻ മറ്റു പ്രണയത്തിനല്ലാഹു. മെല്ലെ നീക്കുക മുഖപടം, ഉല്ലസിച്ച് നുകരട്ടൻ മിഴികൾ. നിൻ പ്രത്യക്ഷ മുഖദർശനം ഞാൻ മിണ്ടുമ്പോൾ, എൻ വാക്കോരോന്നും നിൻ
സ്തുതികൾ മാത്രം നിശബ്ദമരുമ്പോൾ പിടയുന്നു നിനക്കായി മാത്രം അല്ലാഹു നാഥ.